ചിയാൻ വിക്രമിനെ നായകനാക്കി SU അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വീരധീരസൂരൻ. വിക്രമിന്റെ 62ാമത്തെ സിനിമയും ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രവുമായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് ദിവസം തന്നെ പ്രതിസന്ധികൾ നേരിട്ടതിനാൽ ചിത്രം വലിയൊരു വിജയം കൈവരിക്കില്ല എന്നാണ് കരുതിയതെന്ന് വിക്രം പറയുന്നു. റിലീസ് ദിവസം ആദ്യ 2 ഷോകൾ ക്യാൻസലായിരുന്നു. ഓപ്പണിംഗ് ഡേ കളക്ഷൻ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ചിത്രത്തിന് ക്ഷീണം പറ്റുമെന്നാണ് കരുതിയത്. എന്നാൽ സിനിമ നല്ല പ്രതികരണം നേടി. കേരളത്തിൽ 120-ൽ പരം തിയേറ്ററുകളിൽ റിലീസ് ആരംഭിച്ച ചിത്രം പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം 201-ലധികം സ്ക്രീനുകളിൽ കൂടി പ്രദർശനം ആരംഭിച്ചു. ചിത്രം ആഗോളതലത്തിൽ 25.5 കോടി രൂപയാണ് നേടിയത്. ഇന്ത്യയിൽ നിന്ന് 23.3 കോടി രൂപയും ഓവർസീസ് 2.2 കോടി രൂപയുമാണ് ചിത്രത്തിന് ലഭിച്ചത്. തമിഴിൽ നിന്നും മാത്രം ചിത്രത്തിന് 22.12 കോടി രൂപ ലഭിച്ചു. ചിത്രത്തിനെയും നേരിട്ട പ്രതിസന്ധികളെയും പറ്റി വിക്രം പറഞ്ഞതിങ്ങനെയാണ്: ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഇതിഹാസം പോലെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരാൾ പോയേക്കാം. എന്നാൽ ഈ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം എപ്പോഴെങ്കിലും ചുറ്റിത്തിരിഞ്ഞ് നമ്മുടെ മുന്നിൽ വരും. അതിനൊരു ഉദാഹരണമാണ് വീരധീരസൂരൻ. റിലീസിന് മുൻപ് ചിത്രം കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് ബ്ലോക്ക് ബസ്റ്റർ ആവും, ഇത് പുതിയ രീതിയാണ്, ഇത് മാസായിരിക്കും, ഈ വർഷത്തെ മികച്ച പടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരും വളരെ ആവേശത്തിലായിരുന്നു. എന്നാൽ എല്ലാവർക്കും അറിയും പോലെ ഒരു നിയമപ്രശ്നം വന്നു. ഹൈക്കോടതി ഒരാഴ്ച റിലീസ് വിലക്കി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ഈ ചിത്രം എങ്ങനെയും ഫാൻസിനെത്തിക്കണമെന്നാണ് ഞാനും സംവിധായകൻ അരുണും നിർമ്മാതാവും അഭിനയിച്ചവരും എല്ലാവരും ആഗ്രഹിച്ചത്. ഫാൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു. അതെല്ലാം മനസ്സിൽ വെച്ചാണ് കഷ്ടപ്പെട്ട് ഈ പടം ചെയ്തത്. എന്നാൽ അത് വരില്ല എന്നറിഞ്ഞപ്പോൾ ശരിക്കും വിഷമിച്ചു. എന്നാൽ എന്തെങ്കിലും സിനിമയ്ക്കായി ചെയ്യണമെന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്തു. ഒടുവിൽ പടം റിലീസായി. എന്നാൽ ആദ്യ 2 ഷോ ക്യാൻസലായ പടം പിന്നീട് വിജയിക്കില്ല എന്നാണ് കരുതിയത്. ഒപ്പം ആദ്യത്തെ ദിവസത്തെ കളക്ഷന്റെ നഷ്ടം വലുതാണ്. പക്ഷെ തിയേറ്ററിലെത്തിയ ഒരു ചിത്രത്തെ ഏറ്റെടുത്തു, പ്രത്യേകിച്ച് കുടുംബങ്ങൾ. അവരുടെ എല്ലാം വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതെല്ലാം മനോഹരമാണ്. SJ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, തുഷാര വിജയൻ തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. മലയാളിയായ സുരാജ് വെഞ്ഞാറമൂടിന്റെ ആദ്യ തമിഴ് ചിത്രം കൂടിയെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്.